ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് തുമ്പെങ്കിലും ഒന്ന് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ പെട്ടെന്ന് അങ്ങ് മുടി വെട്ടാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അങ്ങ് വന്നിരുന്നു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് 7. ഇത് ചിലർക്ക് ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ബ്രൗൺ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഞാൻ കരഞ്ഞത് ഇരിക്കുന്നത് പോലെ ഉണ്ടല്ലേ, പക്ഷേ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാതെയാണ് ഇരിക്കുന്നത്. മീൻസ് കണ്ണൊന്നും എഴുതിയിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ഹെയർ. അതായത് സ്മൂത്തനിങ് ചെയ്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം എങ്കിലും ആയി കാണണം ഞാൻ റൂട്ടൊക്കെ ടച്ച് ചെയ്തിട്ട്. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട് കേട്ടോ, 3 മാസം കൂടുമ്പോൾ അങ്ങനെ ചെയ്യണ ആ ഒരു ഡേറ്റൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് അലച്ചിലും പുകച്ചിലും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇതാ ഉള്ളിലോട്ട് ഇത്രയും എനിക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 6 മാസമെങ്കിലും എന്തായാലും എടുത്തിട്ടുണ്ടാകണം. അതോ അതിൽ കൂടിയോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനാണ്. എനിക്ക് ഓർമ്മയില്ല എത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും ഇത്രയും, കാരണം കണ്ടോ ഇവിടെ നിന്ന് ഇത്രയും എനിക്ക് വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പുതിയ മുടികളാണ് ഇങ്ങനെ വേവ്സ് ആയിട്ട് വന്ന് നിൽക്കുന്നത്, കണ്ടോ. പിന്നെ ഒരു ഗുഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വളർന്ന മുടികളുണ്ടല്ലോ, ഇവിടെ ഈ ഒരു പോർഷനും ഫ്രണ്ട് പോർഷനിലൊക്കെ എനിക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് വളർന്നത്. അതായത് ഈ ഭാഗത്തെ മുടിയും ഈ താഴോട്ടുള്ള മുടിയുണ്ടോ, ഇത് രണ്ടും ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. സ്ട്രൈറ്റനിങ് ചെയ്തതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്ത ആ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. ശരിക്കും ഇവിടം വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഒറിജിനൽ ഹെയർ ആണ് കേട്ടോ. എനിക്ക് ഓൾറെഡി പണ്ട് മുതലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈം മുതലേ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ എനിക്ക് സിൽക്കി ആയിട്ടുള്ള നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഈ തലയിൽ സ്ട്രൈറ്റനിങ്ങും അതും ഇതുമൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഇങ്ങനെ വേവ്സ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും മുടി വെട്ടാം. പക്ഷേ എങ്ങനെ വെട്ടണം, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. തുമ്പ് മാത്രം വെട്ടിയാൽ മതിയോ, ലെയർ ചെയ്യണോ ഒന്നും അറിയത്തില്ല. സാധാരണ എനിക്ക് പ്രണവ് ഉണ്ടെങ്കിൽ അവൻ വെട്ടിത്തരാറുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ ചോദിക്കും, ഇതിനോട് ഇത്രയും പൊക്കി വെട്ടിയത് ഇത്രയും വെട്ടണ്ടായിരുന്നു എന്ന്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വെട്ടാമെന്ന്. കഴിഞ്ഞ തവണ ഞാൻ തന്നെ കേട്ടോ വെട്ടിയത്. പിന്നെ ലെയർ കട്ടിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. പണ്ട് ഞാൻ അങ്ങനെ വെട്ടിയതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും മുടി തുമ്പ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു 4-5 ദിവസത്തെ കുളിയില്ലായ്മയൊക്കെ കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ലേ, അതൊക്കെ കൊണ്ട് അങ്ങനെ കുറേ ഹെയർ ഫോളും സ്ട്രെസ്സൊക്കെ കാരണം നല്ല രീതിക്ക് ഹെയർ ഫോൾ ഇപ്പോൾ ഉണ്ടായി. ഞാൻ ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഇട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഹെവി ഹെയർ ഫോൾ വന്നു. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടല്ലോ, ഇപ്പോൾ കുരുവില്ല, നന്നായിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ഈ ബംസ് ഇങ്ങനെ വരും. എനിക്കറിയുന്നില്ല, എൻ്റെ ഫേസിൽ അങ്ങനെ കുരുക്കൾ വരണ കുറവാണ്. പക്ഷെ ഞാനിങ്ങനെ സ്കിന്ന് നല്ല ക്ലിയർ ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ട് കാണിച്ചതിൻ്റെ അടുത്ത ദിവസം എവിടെ നിന്നെങ്കിലും വന്നിരിക്കും. അതൊക്കെ എന്താ എനിക്കറിയത്തില്ല, ഈ വിളയൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉള്ള ഒരാളാണ് കേട്ടോ. എനിക്കെപ്പോഴും നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ്. ഈശ്വര, മുടി കൊഴിയരുത്, ആരും കണ്ടുവിടരുത്. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ നല്ല ഹെയർ ഉണ്ട്. എനിക്ക് എപ്പോഴും ഈ ഒരു ഹിപ്പിൻ്റെ അവിടെയും കുറച്ചുകൂടെ എനിക്ക് താഴോട്ട് വളരുമായിരുന്നു, വളരാൻ സമ്മതിച്ചിട്ടില്ല. പണ്ട് എൻ്റെ അമ്മാമ്മ പറയുമായിരുന്നു, ഇവിടെ നിന്ന് താഴോട്ട് വളർത്തിക്കഴിഞ്ഞാൽ ആയുസ് കുറയുമെന്ന്. അങ്ങനെ എന്നെ വളർത്താൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് എനിക്ക് ശരിക്കും വളരുമായിരുന്നു, പക്ഷേ എന്നെ സമ്മതിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഇവിടം വരെയൊക്കെ വളർത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ ഈ ഒരു സെക്ഷൻ വരെയൊക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മുടിയൊക്കെ പോയടോ. ഇപ്പം തൈറോയിഡും കൂടെ ഉള്ളതുകൊണ്ടേ അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറയുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു തീരുമാനത്തിലെത്തി. ഞാൻ വിചാരിക്കുന്നത് തുമ്പ് വെട്ടിയിട്ട് കുറച്ച് ബാങ്ക്സ് കൂടെ കട്ട് ചെയ്യാം. ഈ ഒരു ലെങ്ത്തിന് കട്ട് ചെയ്യാം. വേറെ ഒരുപാട് വെട്ടിക്കുളമാക്കണ്ട, കാരണം ഇപ്പോൾ തിക്നെസ് കുറഞ്ഞിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാവുമായിരിക്കും അല്ലേ? എനിക്കറിയില്ല, ശരിയായാൽ മതിയായിരുന്നു. ഓക്കെ, കുളമായാൽ പോലും ശരിയാണോ ഇല്ലേ എന്നൊന്നും അറിയാൻ പോലും ആരുമില്ല. ഞാൻ വെട്ടാൻ പോവാണ്. അയ്യോ, വേണം ഒരുമിച്ചിടാം, അതായിരിക്കും നല്ലത്. ശരിയാവണേ, താഴേന്നേ വെട്ടി വരാം. കുളമാവോ എനിക്കറിഞ്ഞൂടാ. ഓക്കെ, ഞാനേ വലിയ കണ്ണാടി ഇവിടെ ഇല്ല, മുകളിലാണ്, അല്ലെങ്കിൽ സൈഡിലുണ്ട്, പക്ഷെ അവിടെ വെട്ടമില്ല.
അത് നോക്കി വെട്ടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര വെട്ടല്ല, ഇട്ടിട്ടാ ഇത്ര വെച്ച് വെട്ടാം. വെട്ടാല്ലേ? മുടി തീരെ കട്ടി കുറവായതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ വെച്ച് വെട്ടാം. അമ്മേ വെട്ടേണേ, വെട്ടി. മുടി നല്ല കട്ടി കുറഞ്ഞു കേട്ടോ എനിക്ക്. കള ബാക്കി ഇടുമ്പോൾ കറക്റ്റ് ആവുമെന്തോ. കൊള്ളാം. നമ്മൾ ഹെയർ ഉണ്ടല്ലോ, വെളിയിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും കാണുമ്പോഴേ ഇത്ര നീളം കുറച്ച് എന്താ തോന്നുന്നത്, പക്ഷെ നമ്മളെ സ്വന്തം ഹെയർ നമുക്കിങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലില്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പോൾ തോന്നണേ. ഞാനിങ്ങനെ ബാക്ക് കണ്ണാടിയിൽ നോക്കട്ടെ കേട്ടോ കറക്റ്റ് ആയെന്ന്. ഇപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ട, ശരിക്കും കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടു. യെസ്, ഇനി ബാങ്ക്സ് വെട്ടണം. അത് കൊള്ളാവുമെന്തോ. ബാങ്ക്സ് വെട്ടണോ വേണ്ട? ഞാൻ കേൾസ് ഇടാറുണ്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ, പിന്നെ അത് പോരെ. കാരണം ഇവിടെ ഇങ്ങനെ റോൾ ചെയ്തിടുമ്പോൾ ഇത് കുറച്ചുകൂടെ കയറും. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും വെട്ടിയാൽ എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് വേണ്ടെന്ന് തോന്നുന്നു. വേണ്ടല്ലേ? നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ഇടുമ്പോൾ തന്നെ ഇത്രയും തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും ബാങ്ക്സ് വെട്ടണ്ട. അത് വെട്ടണം ഇവിടം വരെ. വേണ്ട, ഓണം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. കാരണം ഓണത്തിന് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം അപ്പം നമുക്ക് വേണമെങ്കിൽ വെട്ടിയിടാം. അല്ലെങ്കിൽ മിസ്റ്റർ പ്രണവ് വന്നിട്ട് ചോദിക്കാം എങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പ്രാന്താണ് ഞാൻ കാണിക്കുന്നതിൽ എന്താണെന്നുള്ളത്. ഞാൻ ചുമ്മാ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടി ഞാൻ തന്നെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇനി സിറം കൂടെ അപ്ലൈ ചെയ്യണം, എടുത്തിട്ട് വരാം. ഞാൻ ശരിക്കും ഇപ്പോഴാണ് ഞാനിങ്ങനെ സംസാരിച്ച വീഡിയോ ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയത്. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ വളവളാ പറയുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാനിത് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ കണ്ടു. ഒന്നുമില്ല, ഈ മുടിയുടെ തുമ്പ് വെട്ടുന്ന ഇതാണ് വീഡിയോ സംഭവം. ഇപ്പം നിങ്ങൾ ലാസ്റ്റല്ലേ കാണുള്ളൂ. പണ്ട് മോനിഷ എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എനിക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് നല്ല മുടിയാണ് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, ശാലീന സുന്ദരി എന്നൊക്കെ അന്ന് പറയണ ആണ്. അപ്പോൾ അന്ന് അവരെന്തോ കാർ ആക്സിഡൻറ്റിൽ എന്തോ ആണ് മരിച്ചത്. അപ്പോൾ അവരിങ്ങനെ മരിച്ചതും ഇങ്ങനെ ഹെയർ ഇങ്ങനെ ലോങ് ആയിട്ട് വളർത്തിയിട്ടാണെന്നൊക്കെ അമ്മാമ്മ പറയുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞ പ്രശ്നമാകുമെന്ന് എനിക്കറിയണ്ട. പക്ഷെ അമ്മമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ മുടി ഇത്തിരിയെങ്കിലും ഇങ്ങനെ ഇട്ട് ഞാൻ ആട്ടി നടക്കുമ്പോഴത്തേക്കും പറയും. പിന്നെ അതുപോലെ ചെമ്പട്ട മുടിയാണെന്ന് പറയേണ്ടത്, ചെമ്പട്ട കളറാണ്, എണ്ണ തേച്ച് കറുപ്പിക്കണമെന്നൊക്കെ പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്ലോണ്ട്, അങ്ങനെ ഭയങ്കര ഒരു ഇറച്ചിരിക്കുന്ന കളറൊന്നും എനിക്ക് ഹെയറിൽ കൊടുക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ ഒരു നാച്ചുറലായിട്ട് നമ്മളിങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു റെഡ് ഷെയ്ഡ് വരത്തുണ്ടല്ലോ. നിങ്ങൾ എന്നെ വീഡിയോസിൽ കാണുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് കളർ ചെയ്തിട്ടുണ്ടെന്ന്. അത് ശരിക്കും കളേർഡ് ആയിട്ടുള്ളതല്ല, നമ്മൾ നാച്ചുറൽ ഹെയർ തന്നെ നമ്മൾ സൺലൈറ്റിൽ ഇങ്ങനെ കൊള്ളുമ്പോഴത്തേക്കും ഒരു റെഡ് ഷെയ്ഡ് നമുക്ക് വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷേ അമ്മാമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. അവരിങ്ങനെ കാണുമ്പോൾ അവർ പറയും ഈ ചെമ്പട്ട കളറാണൊക്കെ ഇരിക്കുന്നു മുടിയെന്ന് പറയും. അതിനെ കൊണ്ട് കാണുന്നില്ല, എണ്ണ തേക്കാത്തതുകൊണ്ടാണെന്ന് പറയും. ഞാൻ പണ്ടേ എണ്ണ അങ്ങനെ വല്ലപ്പോഴേ തേക്കത്തുള്ളൂ. ഇപ്പം തേക്കണേൻ്റെ അത്ര പോലും പണ്ട് എണ്ണ തേക്കത്തില്ല. പക്ഷെ അന്ന് എനിക്ക് നല്ലപോലെ മുടി ഉണ്ടായിരുന്നു. ഞാൻ മാസത്തിലൊരിക്കൽ എങ്ങാണ്ടൊക്കെ 1 2 തവണയൊക്കെ എണ്ണ ചെയ്യത്തുള്ളൂ, ഓയിൽ മസാജ് ചെയ്യത്തുള്ളൂ. പക്ഷെ അന്ന് എനിക്ക് നല്ല ഹെയർ ആയിരുന്നു. ഇപ്പം അതാ എല്ലാം പോയി. പിന്നെ അന്ന് സ്ട്രൈറ്റനിങ്ങും സ്മൂത്തനിങ്ങും ഒന്നും ചെയ്യൂല, ഇന്നിപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പം അത്രേ ഉള്ളൂടാ. ഇതൊന്നുമില്ല, എനിക്കറിയാം ഒരു പൊട്ട വീഡിയോ ആണ്. എന്നാലും ചുമ്മാ എന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നോക്കും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എനിക്ക് കാണാമല്ലോ, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഇഷ്ടപ്പെട്ടു.